എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലുള്ള ജീവമാതാ കാരുണ്യ ഭവൻ, ആ സ്ഥാപനത്തിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ആണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വോയിസ് ക്ലിപ്പുകളും ഒരുപാട് ആൾക്കാരുടെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. വളരെ ചാരിറ്റിയുടെ ബേസിൽ ശരിയായ രീതിയിലുള്ളൊരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാത്രമാണ് ഈ സ്ഥാപനത്തിനെ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലാണ് ഈ വോയിസ് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് വളരെ മോശം ട്രീറ്റ്മെൻ്റ് ആണ് നിലവിൽ അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ജോലിക്ക് ചെല്ലുന്നു. അവിടുത്തെ ദുരവസ്ഥയൊക്കെ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുന്നു. അതിൻ്റെതിരെ കേസും കാര്യങ്ങളും കൂട്ടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഈ സന്ധ്യ പല്ലവി ഇപ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് മാറി. അതോടൊപ്പം തന്നെ ഈ കാരുണ്യഭവന്റെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് മാറി. അങ്ങനെ അവിടെ ഒരുപാട് അന്തേവാസികൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഈ സന്ധ്യ പല്ലവി വിളിച്ച് സംസാരിച്ച ഒരു വോയിസ് കോള് അവരുടെ ചാനലിൽ, അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ ജീവമാതാ കാരുണ്യ ഭവന്റെ മോശം പരിഗണനകൾ മൂലം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ട്രീറ്റ്മെന്റ് മൂലം ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് സന്ധ്യ പല്ലവി അവരുടെ ചാനലിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. പത്തനംതിട്ടയല്ലേ ഇത്? ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ? ലക്ഷ്മിയോ? ലക്ഷ്മിയുടെ അച്ഛനാ. ലക്ഷ്മി ഉണ്ടോ അവിടെ? ലക്ഷ്മി മരിച്ചുപോയി. 3 വർഷമായി. എങ്ങനെ എങ്ങനെ? ലക്ഷ്മി മരിച്ച അറിയില്ലേ? ഇല്ല. അടൂരാണ്, അടൂര്. അവിടുന്ന് അവിടെ വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടുന്ന് പിന്നെ അസുഖം ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടല്ലോ, ഒരു കുഞ്ഞിനെ നോക്കിയിരുന്നില്ല. അവിടെ കണ്ട വീഡിയോ പിന്നെ അസുഖമായിട്ട് ഞാനപ്പോൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് റാന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു. 10 ദിവസം കിടന്നു. പിന്നെ വീട്ടിൽ വന്നു മരിച്ചു 10 ദിവസം കഴിഞ്ഞു. ഈ ഓണമാകുമ്പോൾ 3 വർഷവും. ഞാൻ ആ കുട്ടിക്ക് കൂടി വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത്. എന്നിട്ട് ഒരു 3 വർഷമെന്നാണോ 3 മാസമെന്നാണോ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അവിടുന്ന് വന്നപ്പോൾ രക്തം പോലും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. രക്തം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ആഹാരം കിട്ടിയില്ല, ന്യൂട്രീഷൻസ് കിട്ടിയില്ല, പല കാര്യങ്ങളും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ഈ ലക്ഷ്മിയെ ഈ സന്ധ്യ പല്ലവി വീഡിയോ എടുക്കുന്ന ഒരു സാധനം കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ബ്ലർ ചെയ്ത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടിയുടെ കൈയെല്ലാം മുറിഞ്ഞിരിക്കുകയാണ്, ഈ വ്രണങ്ങൾ വന്ന് പൊട്ടിയിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് കേട്ടോ. ഇത് കൊണ്ടൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണം. ഇത് മാറുന്നതാണ് കേട്ടോ. ഇവിടെ കിടന്നൊന്നും ആരും നോക്കത്തില്ല. ഇച്ചിരി ചൂടുവെള്ളം ഉപ്പിട്ട് പിടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പിടിച്ചോ. ചൂടുവെള്ളം പിടിക്കാൻ പറഞ്ഞിട്ട് പിടിച്ചോ? ഇവര് തന്നില്ല എന്നൊരു ഉത്തരവാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പല വോയിസ് ക്ലിപ്പുകളും വരുന്നുണ്ട്. അവിടെ വളരെ മോശമായിട്ടുള്ള പരിഗണനയാണ് അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ലഭിക്കുന്നതെന്നുള്ളത്. വെള്ളം പോലും വയ്യാത്തൊരു കുട്ടിക്ക് നൽകിയിട്ടില്ല. ആ കുട്ടി വീൽ ചെയറിലാണ്. ബാക്കിയേക്കാം. നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മളടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡെറ്റോൾ ഇടാനോ അടിക്കാനാണോ? ശരി ശരി. പിന്നെ ഉപ്പിട്ട വെള്ളത്തിലെങ്കിലും കഴുകി ഈ ചൊറിച്ചിൽ മാറ്റണം. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ജീവമാതയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അതായത് ഒന്നാമത്തത്, അവിടെ താമസിച്ചിരുന്ന ഒരു അന്തേവാസിയാണ് അത് നടത്തുന്ന ഗിരിജ എന്ന് പറയുന്നവരുടെ മകൻ കല്യാണം കഴിച്ചത്. ഈ മകന് ഈ പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായിട്ടുണ്ട് എന്ന രീതിയിലൊരു കേസാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തത്, അവിടുത്തെ അന്തേവാസികളെ പണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്നുള്ളതാണ് രണ്ടാമത്തെ അലിഗേഷൻ. ഈ 2 അലിഗേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് ബാക്കി കാണാം. ഇതും സന്ധ്യ പല്ലവി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുന്നത്. അത് ഞാൻ കാണിക്കുന്നില്ല. ഇത് തന്നെയാണ് പറയുന്നത്. അവിടുത്തെ ട്രീറ്റ്മെന്റ് മോശമാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു കാരുണ്യ ഭവൻ, അതായത് വൃദ്ധരായിട്ടുള്ള ആളുകളെ നോക്കുന്ന, അതേപോലെ തന്നെ കുട്ടികളായിട്ടുള്ളവരെ നോക്കുന്ന ആ ഒരു അന്തരീക്ഷം അവിടെ എന്ത് മലിന്യം നിറഞ്ഞതാണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് അവരുടെ വീഡിയോ. അവളുടെ മൂത്ത കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ടില്ല 2 വർഷം. മകനെ ഇതുവരെ അംഗൻവാടി വിട്ടില്ല. ആ വിഷയങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. വീട്ടിൽ പോകണമെന്നൊക്കെ. അപ്പം ബാക്കിയുള്ള ഈ വീഡിയോ കൂടി കാണും. വൃത്തിഹീനമായ ഇവിടുത്തെ ഈ ഏരിയയാണ്, സ്ഥലമാണ്. വൃത്തിഹീനമായ സ്ഥലത്താണ് കിണർ പോലും നിൽക്കുന്നത്. ആ വെള്ളമാണ് അവർ കുടിക്കുന്നത്. കിണർ ഈ വൃത്തിഹീനമായ സ്ഥലത്തെ കിണർ ഇതാ കുടിക്കുന്നത്.
വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ ഹൈജീനായിട്ട് അല്ല അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരുപാട് വൃത്തി 100% മറ്റേ 99% കീടാണുക്കളെ കൊല്ലുന്ന സാധ്യമല്ല. പക്ഷേ ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരാൾ, ഇത്രയും അധികം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരാൾ, അത് ക്ലീൻ ചെയ്യുന്ന ഒരാളെ വെച്ചിട്ടില്ല, പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഡിസ്പോസൽ സിസ്റ്റം ഒന്നും അവിടെ ഇല്ല എന്നൊക്കെ പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഷെഫീന ചേച്ചിയുടെ ചാനലിൽ ഒരുപാട് വോയിസ് മെസ്സേജുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചൊന്ന് കേട്ട് നോക്കാം. വിശക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫുഡ് അപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ ഇവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മ എന്തുവാ ഞങ്ങൾ എത്ര മണിക്ക് എഴുന്നേറ്റതാ, ഞങ്ങൾക്ക് ഫുഡില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ അടുത്ത് എടുത്തടിച്ച് അവർ എപ്പോൾ ഞാനൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് ഒരുപാട് അവർക്ക് ഇഷ്ടമില്ല. ഒറ്റയടിക്ക് നമ്മുടെ വാ അടപ്പിക്കുന്നത്, നിന്റെ അച്ഛനും അമ്മയും നിന്നെ എഴുതി തള്ളിയതല്ലേ, നീ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ വാ അടപ്പിക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ ഉടമ അവരെ ചോദ്യം ചെയ്യുമ്പോഴത്തേനും, അല്ലെ സ്ഥാപനത്തിന്റെ ഉടമയെ ചോദ്യം ചെയ്യുമ്പോഴത്തേനും അവർ പറയുന്ന മറുപടിയാണ് ഈ കുട്ടി പറയുന്നത്. ഇതൊക്കെ ശരിയാണോന്ന് അറിയില്ല കേട്ടോ, ഇത് കുറെ അലിഗേഷൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും അവരെ മണ്ടക്കോട്ട് അടിക്കുന്നതാണെന്ന് നമുക്ക് അറിയത്തില്ല. അവർ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മളൊരു കാര്യം ചോദ്യം ചെയ്യുമ്പോഴത്തേനും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയല്ലേ, നീ വെറും മറ്റേതല്ലേ, നീ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള നിലവാരത്തിലെ ഒരു സ്വീകരണമാണ് അവിടുത്തെ അന്തേവാസികൾക്ക് അവർ നൽകുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വോയിസ് മെസ്സേജും കൂടെ ഇതിന്റെ ബാലൻസ് നമുക്ക് അതുകൂടെ കേൾക്കാം. അനാമിക എന്റെ ഫ്രണ്ടാണ്. ഞാൻ അവിടെ നിന്ന് ഒരു 4-5 മാസമായപ്പോഴാണ് ഈ അനാമിക അവിടെ വരുന്നത്. 10th പഠിക്കുക ആ കുട്ടി. അപ്പോ അതിന്റെ കൂടെ ഈ അനാമികയുടെ പ്രശ്നങ്ങളും കുറെ കാര്യങ്ങൾ എനിക്ക് അറിയപ്പോയി. പ്രഗ്നൻസിയുടെ കാര്യങ്ങളെല്ലാം നേരിട്ട് കുറെ കാര്യങ്ങളും പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ എനിക്കറിയാമെന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടി മുന്നോട്ടുള്ള വോയിസ് മെസ്സേജിൽ വിവാഹത്തിന് മുമ്പേ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടെ കേൾക്കാം. അറിയാം. അല്ല മോളെ, ഈ കുട്ടി നേരത്തെ ഗർഭിണിയായത് തന്നെയല്ലേ? ഇവൻ ഗർഭിണിയാക്കിയിട്ട് തന്നെയല്ലേ കെട്ടിയത്? അത് തന്നെ. അവര് പിന്നെ അത് മറച്ചു വയ്ക്കാനായിട്ട് കൊച്ചിന് ആട്ടിൽ ഓട്ട പോലും ഒന്നുമില്ല. ഞാൻ ഇപ്പൊ കുറച്ച് കാര്യം പറഞ്ഞാൽ അത് പുറത്തോട്ട. അപ്പൊ ഈ ഹാർട്ടിൽ ഓട്ട എന്നുള്ള, അല്ലെ ഹാർട്ടിൽ ഹോൾ എന്ന് പറയുന്ന സാധനം റിയൽ അല്ല എന്നൊരു രീതിയിലാണ് ഇതിപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് മാത്രമല്ല, ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നിലവിൽ അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു കുഞ്ഞായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടില്ല. കേസ് എടുത്തതെന്ന് പറഞ്ഞാൽ ആരെയും FIR പ്രതി ചേർത്തിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോഴത്തേനും വിവാഹത്തിന് ശേഷമാണ്, 18 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരി ഗർഭിണിയായതെന്നാണ് പുള്ളിക്കാരിയുടെ വാദം. ഇവരൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിൽപ്പുണ്ട്. 7 മാസത്തിലാണ് ഈ കുട്ടി പ്രസവിച്ചത്, പക്ഷേ പൂർണ്ണ ഗർഭിണിയായിട്ടാണ് പ്രസവിച്ചതെന്ന് ഡോക്ടറുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊഴി വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും പ്രതിയാക്കുന്നത്. പ്രതിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മറ്റേ വകുപ്പിലുള്ളതാണ്. സോ ഈ ഭർത്താവിനെ പിടിച്ച് ജയിലിലും. വളരെ നല്ല കാര്യം. അതായത് ആ പെൺകുട്ടിക്ക് അച്ഛൻ ആ പെൺകുട്ടി ഉപേക്ഷിച്ച് പോയതാണ്. അമ്മയായിട്ട് ഇവരവരെ ഏറ്റെടുത്തു. കെട്ടിയ ഭർത്താവിനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇവർ ചെയ്തത് ശരിയാണെന്നല്ല, പക്ഷെ ഇത് തെറ്റായിട്ടൊരു സാധനമാണ്. ഇനി ഈ ഒരു അലിഗേഷൻ എങ്ങനെയാണ് വിവാഹത്തിന് മുമ്പ് ഈ കുട്ടി പ്രഗ്നന്റ് ആയത് എന്നുള്ള വിവരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതോടെ നമുക്ക് കേൾക്കാം. അത് ഞങ്ങളുടെ പഠിച്ചു വരുന്നു +2 ഞങ്ങളുടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടു. അത് എങ്ങനെയാന്ന് വെച്ചാൽ അവളെനിക്ക് രാത്രി ഇങ്ങനെ ഞങ്ങളുടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങൾക്ക് 4 റൂമാ. അപ്പൊ എല്ലാരും അകത്തേക്കാണ് 10 മണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടുള്ളൂ അവിടെ. ആ മെയിൻ ഗ്രില്ല്, ആ റൂമിന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ തോന്നും. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടൻ എനിക്ക് ഇവൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു. അപ്പൊ അവിടെ നിന്നും അത് ആ ഗ്രില്ല് ഇറങ്ങിട്ട് അങ്ങനെ ഇറങ്ങിയ റൂമിൽ പോവായിരുന്നു. കേട്ടല്ലോ ഈ പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് കീ ആ പെൺകുട്ടിക്ക് വിഷ്ണു കൊടുത്തിട്ടുണ്ടായിരുന്നു. പേര് പറയാത്തത് ഇത് പോസ്കോയുടെ അണ്ടർ വരുന്നോണ്ടാട്ടോ. കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തുറന്ന് ഈ പയ്യൻ്റെ റൂമിലേക്ക് പോകുമായിരുന്നു എന്നാണ് അവിടുത്തെ ഈ പെൺകുട്ടി അറിയാവുന്നൊരു അന്തേവാസി സംസാരിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ സംശയിക്കേണ്ടത്, ഇത് അവിടെ നടന്ന എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ഇതിലൊന്നിലധികം കുട്ടികൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ വോയിസ് മെസ്സേജിനകത്ത് ഇവർ അവകാശപ്പെടുന്നുണ്ട്, ഈ ഗിരിജ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഈ ഒരു വിവാഹം കഴിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ആ പെൺകുട്ടി ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട്. സോ ഇതൊരു ചീത്തപ്പേരാകാതിരിക്കാൻ വേണ്ടി ഇവർ പിടിച്ച് കല്യാണം കഴിച്ചു, ഇവർ ഭയങ്കര നന്മമരമായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചു വരുന്നത്. ഇതിനകത്ത് ശരിയായ യാഥാർത്ഥ്യം നമുക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായതാണെങ്കിൽ പോലും നിലവിൽ ആ പയ്യനെ ശിക്ഷിക്കുന്നത് എങ്ങനെ പോയി എത്തുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ സ്ഥാപനത്തിനെതിരെ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തണം. ഈ സ്ഥാപനത്തിൽ മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അവിടുത്തെ ഓരോ അന്തേവാസികളോട് ചോദിക്കണം അവരെന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്.
ഒരു ഷാമ്പു മേടിച്ചാൽ 2 കട്ട് ചെയ്ത് 2 പേർക്ക് കൊടുക്കുക, ഒരു സോപ്പ് മേടിച്ചാൽ അത് 2 പകുത്ത് 15 ദിവസത്തേക്ക് 2 പേർക്ക് കൊടുക്കുക, 10 രൂപയുടെ ഒരു സോപ്പ് മേടിച്ച് 2 പകുത്ത് കൊടുക്കുക. ഇത്തരത്തിലൊരു ദാരിദ്ര്യ അവസ്ഥയാണ് ഈ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പല സ്റ്റാഫുകളും പല അന്തേവാസികളും പറയുന്നുണ്ട്, അവിടുന്ന് പുറത്ത് വന്നവർ. അപ്പോൾ ഇങ്ങനെ, അതായത് ഒരു സോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ അത് പകുത്ത് 2 കൊടുക്കുക, 1 രൂപയുടെ ഷാമ്പു മേടിച്ചു കഴിഞ്ഞാൽ 2 പേർക്കായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുക. ഇപ്പോൾ ഒരു കുട്ടി പറയുന്നിട്ടില്ല, ലക്ഷ്മി വെള്ളം കൊടുത്തില്ല. അത്രയും ദാരിദ്ര്യ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലെ ഉടമയെക്കുറിച്ച് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കേൾപ്പിച്ചു തരാം. തുടങ്ങുന്നത് അതും പോട്ടെ, ഇപ്പൊ അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാവോ? എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ. ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങി അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് അവർ അതും ഒരു ചോദ്യചിഹ്നമാണ്. ഒരു ചാരിറ്റിയുടെ അണ്ടറിലെ ഇങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങാൻ പറ്റത്തുള്ളൂ. വ്യക്തിപരമായിട്ട് പേര് മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചാരിറ്റിയുടെ അസറ്റായിട്ട് മാറുന്നതാണ്? ഈ ചാരിറ്റി നടത്തുമ്പോൾ അവരൊരു വണ്ടി മേടിച്ചാലും ഒരു പേന മേടിച്ചാലും അത് ആ ചാരിറ്റിയുടെ അണ്ടറിലേ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരവരുടെ വ്യക്തിപരമായ പേരിൽ അവർക്ക് വേണ്ടിയിട്ട് സ്വത്ത് ചേർക്കായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ വലിയ സ്വത്തുണ്ട്, ബാക്കി സ്വത്ത് വിവരങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ലെങ്ത് കൂടാൻ വേണ്ടിയിട്ടൊന്നും കാണിക്കുന്നില്ല. അവർക്ക് അവിടെ സ്ഥലമുണ്ട് ഇവിടെ സ്ഥലമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും സാമ്പത്തിക സ്രോതസ്സുള്ള ഒരാൾ, അവർക്ക് മറ്റ് വരുമാന സ്രോതസ്സുകൾ ഇല്ലാതിരിക്കെ ഈ ഒരു സ്ഥാപനമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്നിരിക്കെ, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻകമാണ് ഇവർ ഈ ആർഭാടമായിട്ട് ചെലവാക്കുന്നത്. ഇങ്ങനെ ആർഭാടമായിട്ട് ചെലവാക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ അന്തേവാസികൾക്ക് സോപ്പില്ല, ചീപ്പില്ല, ഷാമ്പു ഇല്ല, വെള്ളമില്ല, അവരെ നോക്കാൻ ആളില്ല, അവിടെ ക്ലീൻ ചെയ്യാൻ ആളില്ല. മൊത്തത്തിൽ അഴിമതി നിറഞ്ഞൊരു സാഹചര്യമാണ് കാണുന്നത്. അത് മാത്രമല്ല, ഇവർ പല ആൾക്കാരോടും അപ്രോച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇതിനകത്ത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു എൻക്വയറി ആവശ്യമുണ്ട്. അവിടെ താമസിക്കുന്ന പല കുട്ടികളോടും അവർ ശാരീരികമായോ മാനസികമായോ ഇത്തരത്തിലുള്ള അഴിമതിയിലൂടെ ചൂഷണത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഓൾറെഡി ചൈൽഡ് വെൽഫെയർ ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകളുടെ വോയിസ് മെസ്സേജ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല കേട്ടോ, അത്രയ്ക്ക് മെനക്കെട്ടി എനിക്കില്ല. അതിനകത്ത് അവിടുത്തെ ഒരു അമ്മച്ചി പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം മോളെ, ഇവിടെ ശരിയല്ല, ആഹാരമില്ല, ഇവിടെ ഇതില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ സന്ധ്യ പല്ലവി ഇവർ ആദ്യമായിട്ട് കാണാണ്. 1-2 ദിവസമാണ് അവരോട് ജോലി ചെയ്തത്. വെറും 2 ദിവസം ജോലി ചെയ്തവരോട് ഇത്രയും മനസ്സ് തുറന്ന് പറയാൻ അവിടുത്തെ അന്തേവാസികൾ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ആ അന്തേവാസികൾക്കെങ്കിലും അവിടുന്ന് അങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു അനാലിസിസിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഗിരിജ മാഡത്തിൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അമ്മയും അപ്പനും കൂടെ ഇരിക്കെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് അല്ലെ സാമ്പത്തികം ഉണ്ടെന്നുള്ള പേരിൽ ഇങ്ങനെ കൊണ്ട് തള്ളുന്ന ആളുകൾ ചിന്തിച്ചു. ഇതൊക്കെയാണ് ചാരിറ്റി ട്രസ്റ്റിൻ്റെയൊക്കെ അവസ്ഥ. പൈസ അവർക്ക് ഇഷ്ടം പോലെ ഒഴുകും. ആ ഒഴുകുന്നത് മൊത്തം അവരുടെ കീശയിലോട്ടായിരിക്കും പോകാനുള്ള സാധ്യത. ഇവരെങ്ങനെയാണെന്നല്ല കേട്ടോ, അത് പ്രൂവൻ ആവണം, തെളിയണം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുന്നുണ്ട്. ബൈ.